ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമസ്കാരം. ബോച്ചെ രണ്ടാം ദിവസവും ജയിലിൽ തന്നെ കഴിയുകയാണ്. ഒരു കോടീശ്വരനായ ശതകോടീശ്വരനായ ഒരാൾ ഒരു നിഷ്പ്രയാസം ഒരു കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ കേരള പോലീസ് അകത്താക്കിയിരിക്കുന്നു. അല്ല, കേരള പോലീസ് അല്ല, പിണറായി വിജയൻ നേരിട്ട് അകത്താക്കിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്, എന്തൊക്കെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ്, ഗൂഢാലോചന എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അധികം താമസിയാതെ പുറത്തു വരും. എന്തായാലും പിണറായി വിജയൻ ഇതിൽ ഇൻവോൾവ് ആണ്. അത് ഹണി റോസിനെ വെച്ച് പിണറായി വിജയൻ ചെയ്ത പരിപാടിയാണ് ഈ അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് ഇതൊരു കള്ളക്കേസാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ രേഖ മജിസ്ട്രേറ്റ് പോലും പരിശോധിക്കാതെ ഉള്ള വീഡിയോ ആണ് ഞാൻ പുറത്തുവിട്ട. ആലക്കോട് നടന്ന ചെമ്മണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ അവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ പറയുന്ന ഹണി റോസ് അദ്ദേഹം കൈപ്പിടിക്കുകയും ഇഷ്ടമില്ലാതെ കൈപ്പിടിക്കുകയും അദ്ദേഹം ലൈംഗിക അതിക്രമം കാണിച്ചു എന്നാണ് പരാതിയിലുള്ളത്. അതുപോലെ 2 വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ എടുത്തുള്ളത്. 75 BNS വകുപ്പ് പ്രകാരവും അതേപോലെ IT ആക്ട് 67 A എന്ന് പറഞ്ഞാൽ ജയിൽ ബെയിലബിൾ നോട്ട് ബെയിലബിൾ, 67 ബെയിലബിൾ ആണ്, 3 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്നതാണ്, ബെയിലബിൾ ആണ്. എന്നാൽ 75 എന്ന് പറയുന്നത് നോൺ ബെയിലബിളായ വകുപ്പാണ്, 1 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്. എന്തായാലും ഈ അങ്ങനെയുള്ള കേസിൽ അദ്ദേഹത്തിന് നിഷ്പ്രയാസം ശരിക്കും ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് രഹസ്യമൊഴി എടുത്ത മജിസ്ട്രേറ്റ് തന്നെ വാദം കേൾക്കാൻ പാടില്ല, ജാമ്യ ഹർജി കേൾക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. എന്നാൽ ഇവിടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 അഭിരാമി എന്ന് പറയുന്ന ബഹുമാനിയായ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി കേട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇപ്പോൾ പറയുന്നത്, ഹണി റോസ് പല സിനിമകളിലും സെക്സ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഒരാളുടെ കൈക്ക് പിടിച്ചാലോ ശരീരത്തിൽ തട്ടിയാലോ അത് മോശമാണെങ്കിൽ കൃത്യമായി അവർക്ക് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഏത് വേശ്യയാണെങ്കിലും അവരെ മോശമായിട്ട് സ്പർശിച്ചാൽ, ഇഷ്ടമില്ലാതെ തൊട്ടാൽ, ഇഷ്ടമില്ലാതെ അവരോട് മറ്റു കാര്യങ്ങൾ ഏർപ്പെട്ടാൽ അവർക്ക് കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഹണി റോസിൻ്റെ കാര്യത്തിൽ, ഞാൻ ഏത് പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും, ഞാൻ വേശ്യയുടെ കാര്യത്തിൽ നിന്ന് പറഞ്ഞത് അത്രയും വളരെ സെക്സ് വിൽപ്പന നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അവരുടെ സമ്മതം വേണം. എന്നാൽ സാധാരണ ഒരു പെൺകുട്ടിക്ക് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും പരാതി കൊടുക്കാം. അത് ഈവൻ എക്സ്റ്റെൻഡ് വരെ വേശ്യയാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ, അവർ ഇഷ്ടമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ, ഇഷ്ടമില്ലാതെ അവരെ സ്പർശിച്ചാലൊക്കെ തന്നെ അവർക്ക് കേസ് കൊടുക്കാവുന്നതാണ്. അതാണ് സ്ത്രീകൾക്കുള്ള പരിരക്ഷ ഇന്ത്യയിൽ. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വ്യാപകമായിട്ടുള്ള നടക്കുന്ന സംഭവം. അതിലേറ്റവും അവസാനത്തെ ഇരയാണ് ബോച്ചെ എന്ന് പറയുന്ന തെളിവുകളാണ് ഞാൻ പുറത്തുവിടുന്നത്. ആലക്കോട് നടന്ന സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ടുള്ള ഒരു 1, 2, 3, 4, 5, 6 വീഡിയോകളാണ് ഞാൻ പുറത്തുവിടുന്നത്. ഈ 6 വീഡിയോകളിൽ വഴി ഇതിൽ പരാതിക്കാരി കൃത്യമായി കള്ളപ്പരാതിയാണ് കൊടുത്തതെന്ന് തെളിയിക്കുന്നതാണ്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അതായത് അവിടെ നടന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് കാണിച്ചതിന്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമുഖത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്ക് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സെലിബ്രേഷൻ്റെ ഒരു മൂടൊന്നും ഇല്ല. നമ്മുടെ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിന്റെ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
എന്തായാലും ഈ ഒരു സമയത്തും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ബോഷയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഒരു 1863 ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ്. ബോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി.